Hi students, welcome to the new class. Today we are going to discuss a concept related with international business. The concept called internationalization. Internationalization is about designing of products that it should meet the needs of the users in many countries and it should be easily adopted to do so. Internationalization എന്നുള്ളത് പ്രൊഡക്റ്റുകളെ ഡിസൈൻ ചെയ്യുന്നൊരു പ്രക്രിയയാണ്. വിവിധ രാജ്യങ്ങളിലെ യൂസേഴ്സിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണെന്ത് ഇൻ്റർനാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Internationalization is sometimes written as I-18N, where 18 of the number of letters between I and N in the English words. Internationalization is a process through which a firm expand the business outside the national or domestic country. ഒരു ബിസിനസ് ഫേം ഡൊമസ്റ്റിക് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഫേമിനെ, ഒരു നാഷണൽ ബിസിനസ് ഫേമിനെ ഒരു രാജ്യത്തിൻ്റെ പുറത്തേക്ക് ആ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന പ്രക്രിയയാണ്, പ്രോസസ്സാണ് ഇത് ഇൻ്റർനാഷണലൈസേഷൻ. ഇൻ്റർനാഷണലൈസേഷൻ ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് എ ഫേം എക്സ്പാൻഡ് ദ ബിസിനസ് ഔട്ട്സൈഡ് ദി നാഷണൽ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന, വിപുലീകരിക്കുന്ന പ്രക്രിയയാണ് ഇൻ്റർനാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ്റർനാഷണലൈസേഷൻ ഈസ് അബൌട്ട് the designing of the product that should meet the needs of the users in many countries and should be easily adopted. It refers to any business activity which involves transfer of resources, goods, services, knowledge, skills or information across national boundary. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് റിസോഴ്സുകളെ, ഗുഡ്സിനെ, വസ്തുക്കളെ, സർവീസസ്, സേവനങ്ങളെ, നോളജ്, അറിവിനെ, സ്കിൽസ്, കഴിവിനെ, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ, വിവരങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് ഇത് ഇൻ്റർനാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആക്ടിവിറ്റീസ് മേ പെർറ്റെയിൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഫിസിക്കൽ ഗുഡ്സ് ഓർ ടു ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് സച്ച് ആസ് ബാങ്കിങ്, ഫിനാൻസ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ, എക്സെട്ര. ദീസ് ആക്ടിവിറ്റീസ് മേ പെർറ്റെയിൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഫിസിക്കൽ ഗുഡ്സ്, ഒന്നുകിൽ ഫിസിക്കൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, ഓർ ടു ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് സച്ച് ആസ് ബാങ്കിങ്, ഫിനാൻസ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ, എക്സെട്ര. ഇങ്ങനെയുള്ള സർവീസുകളും ആവാം. ദ ആക്ടിവിറ്റീസ് ദാറ്റ് കംപ്രൈസ് ഇൻ്റർനാഷണൽ ബിസിനസ് ആർ റെഫേർഡ് ടു ആസ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആൻഡ് മെയിൻലി ടേക്ക് ദ ഫോം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. Firms engaged in international business activities, however big or small, it's called international firms or multinational firms or transnational firms. ഇൻ്റർനാഷണൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ഫേംസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഫേംസ് അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ ഫേംസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഹൗ ഡു ഫേംസ് ഗോ ഇൻ്റർനാഷണൽ? ഏതെല്ലാം രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ഫേമിന് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് പോകാം, ഇൻ്റർനാഷണലൈസേഷനിലേക്ക് പോകാം എന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പോർട്ട് ഈസ് വൺ ഓഫ് ദി വേ ഫോർ ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ്. ബിസിനസ്സിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്നുള്ളത്. അതുപോലെ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ഈസ് അനദർ മോഡ് ഓഫ് എൻട്രി ഇൻ ടു ദി ഇൻ്റർനാഷണൽ ബിസിനസ്. Joint venture and direct investment. Direct investment includes foreign direct investment, FDI, also a mode of entry into the international business. Why firms want to internationalization? എന്തുകൊണ്ടാണ് ഡൊമസ്റ്റിക് ഫേംസ് ഇൻ്റർനാഷണലൈസേഷനിലേക്ക് പോകുന്നത്? അന്താരാഷ്ട്ര തലത്തിലേക്ക് ബിസിനസ്സിനെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന, ഗ്ലോബൽ ലെവലിലേക്ക് ബിസിനസ്സിനെ വ്യാപിപ്പിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് വൺ, ഡൊമസ്റ്റിക് മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണെങ്കിൽ, വലിയ വികാസമില്ലാത്ത ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റ് സ്മോൾ, ചെറിയ ഡൊമസ്റ്റിക് മാർക്കറ്റാണ് ഒരു പ്രോഡക്റ്റിനുള്ളത് എങ്കിൽ, അതുപോലെ സ്ലോ ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് വളരെ മന്ദഗതിയിലാണ് എങ്കിൽ,
സപ്ലയേഴ്സ് ഫോളോ ദെയർ കസ്റ്റമേഴ്സ് ഇൻ്റർനാഷണലി. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രഷേഴ്സ് കാരണം. അട്രാക്റ്റീവ് കോസ്റ്റ് സ്ട്രക്ചേഴ്സ് ഗ്ലോബലി. കോസ്റ്റ് സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന ആകർഷണീയമായിട്ടുള്ളത് കാരണം ചീപ്പ് റേറ്റിന് ലേബേഴ്സിനൊക്കെ കിട്ടുകയാണെങ്കിൽ, റിസോഴ്സുകളെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ. ഗ്രോത്ത് റേറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ. അതുപോലെ കോമ്പീറ്റ് സക്സസ്ഫുള്ളി ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ ഇൻ്റർനാഷണലൈസ് ചെയ്ത് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ഫേം ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാരണങ്ങൾ. ദെൻ വി ആർ മൂവിങ് ടു ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. ഇങ്ങനെ ഇൻ്റർനാഷണലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. എ ഡൊമസ്റ്റിക് ഫേം എൻ്റർ ഇൻ ടു ദി ഇൻ്റർനാഷണൽ ബിസിനസ് ത്രൂ ദി പ്രോസസ് കോൾഡ് ഇൻ്റർനാഷണലൈസേഷൻ. By internationalization, there are some advantages to the firms and the country. ഒരുപാട് അഡ്വാൻറ്റേജസ് ഒരു രാജ്യത്തിനും ഒരു ബിസിനസ്സിനുമൊക്കെ കിട്ടുന്നുണ്ട്. എന്തെല്ലാമാണ് എന്നുള്ളതാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ്. ത്രൂ ഇൻ്റർനാഷണലൈസേഷൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് in the countries, in the multiple countries, is increasing the living standards of the people by using high quality products at a cheaper cost. Second one, wider market is another advantage of internationalization. Domestic market is a small market while comparing with the world market. By entering into the world market, we can expand the market for our product. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവരുടെ കമ്പോളം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വേൾഡ് മാർക്കറ്റിലേക്ക് അവർ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ വൈഡർ മാർക്കറ്റാണ്, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്തതാണ്, ലാർജ് സ്കെയിൽ എക്കണോമീസ് ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. ബൈ യൂസിങ് the resources at cheap rate, we can enjoy the large scale economy. ഒരു ഫേം ചീപ്പ് റേറ്റിൽ ലേബർ, റിസോഴ്സ് എല്ലാത്തിനെയും അക്വയർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റും, ലാർജ് സ്കെയിൽ എക്കണോമീസിനെ എൻജോയ് ചെയ്യുവാൻ സാധിക്കും. ദെൻ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ത്രൂ ഇൻ്റർനാഷണലൈസേഷൻ ദർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ കൾച്ചർ ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യത്തുള്ള കൾച്ചറിന് എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. ലോകത്തുള്ള വിഭവങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് കാരണമാകുന്നു. റെഡ്യൂസ്ഡ് റിസ്ക് കുറയുവാൻ കാരണമാകുന്നു. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ജോലി വിഭജനം, തൊഴിൽ വിഭജനം, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇൻക്രീസ് സോഷ്യൽ എക്കണോമിക് വെൽഫെയർ. സാമൂഹിക ക്ഷേമത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. There are some disadvantages or drawbacks of internationalization. That is political factors. Political factors is a major disadvantage of internationalization. Due to the political instability, due to the political risk, it affects the firms. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണലൈസേഷനെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർനാഷണലൈസേഷനിലൂടെ ഉണ്ടാകുമ്പോൾ അത് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഹ്യൂജ് ഫോറിൻ ഇൻഡെപ്റ്റ്നെസ് രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. തേർഡ് വൺ, എക്സ്ചേഞ്ച് ഇൻസ്റ്റെബിലിറ്റി. എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഇൻസ്റ്റെബിലിറ്റി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആൻഡ് എൻട്രി റിക്വയർമെൻറ്റ്സ്. ദർ ആർ സം റിക്വയർമെൻറ്റ് ഫോർ എൻറ്ററിങ് ഇൻ ടു ദി ഫോറിൻ മാർക്കറ്റ്. സോ എൻട്രി റിക്വയർമെൻറ്റ്സ് പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ താരിഫ്സ്, കോട്ടാസ്, ട്രേഡ് ബാരിയേഴ്സ് also the disadvantages. By internationalization, a domestic company entering into the international business, at that time the foreign country may impose some duties, quotas, trade barriers over the firm. Then corruption is another disadvantage of internationalization, and technological pirating, bureaucratic practices of the government, quality maintenance also
the disadvantages of internationalization. Then we are moving to the stages of internationalization. Stages of internationalization. The stages of international business classified into 5 categories. First one, domestic company. Second one, international company. Third one, multinational company. Fourth one, global company. Fifth one, transnational company. First one, domestic company. Domestic company limits its operation, vision, mission to the national political boundaries. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസിൻ്റെ അകത്ത് ഒരു സ്ഥാപനത്തിൻ്റെ വിഷനും മിഷനും ഓപ്പറേഷനുമൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ളത്. ഡൊമസ്റ്റിക് കമ്പനീസ് ഫോക്കസസ് ഓൺ ഡൊമസ്റ്റിക് സപ്ലയേഴ്സ്, ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ കമ്പനീസ്, ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. പ്രാദേശികമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾ തദ്ദേശീയമായിട്ടുള്ള സപ്ലയേഴ്സിനെ, വിതരണക്കാരെ, അതുപോലെ തദ്ദേശീയമായിട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളെ, തദ്ദേശീയമായിട്ടുള്ള കമ്പോള അവസരങ്ങൾ മാത്രമാണ് പരിഗണിക്കുന്നത്. ഡൊമസ്റ്റിക് കമ്പനി ഡസ് നോട്ട് സെലക്ട് ദ സ്ട്രാറ്റജി ഓഫ് എക്സ്പാൻഷൻ ഓർ പെനിട്രേഷൻ ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഒരു ഡൊമസ്റ്റിക് കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം അവരെന്തിലേക്ക് പോകുന്നില്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, പെനട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നില്ല. ഡൊമസ്റ്റിക് കമ്പനി സെലക്ട് ദ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, എൻറ്റർ ഇൻ ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്, ന്യൂ ടെക്നോളജി, ന്യൂ പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് കമ്പനീസ് എന്ത് ചെയ്യുന്നു, ഡൈവേഴ്സിഫൈഡ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. എൻറ്ററിങ് ഇൻ ടു ന്യൂ ഡൊമസ്റ്റിക് മാർക്കറ്റ്, പുതിയ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട്, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, പുതിയ പ്രൊഡക്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഡൊമസ്റ്റിക് കമ്പനിയെക്കുറിച്ച് പറയുന്നത്. എ ഡൊമസ്റ്റിക് കമ്പനി ഈസ് എ കമ്പനി ദാറ്റ് കണ്ടക്ട് ഇറ്റ്സ് അഫെയർസ് ഇൻ ദി ഹോം കൺട്രി. ഹോം കൺട്രിയിൽ മാത്രം ഒരു കമ്പനി ബിസിനസ് നടത്തുകയാണെങ്കിൽ അതാണ് ഡൊമസ്റ്റിക് കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോം കൺട്രിയിൽ മാത്രം ഒരു കമ്പനിയുടെ ബിസിനസ് ഒതുങ്ങുകയാണെങ്കിൽ അതാണ് ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ളത്. എ ഡൊമസ്റ്റിക് കമ്പനി ക്യാൻ ഡു ബിസിനസ് ഇൻ അതർ സ്റ്റേറ്റ്സ് ഓർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി വെർ ഇറ്റ് ഹാസ് ഫയൽഡ് ഇറ്റ്സ് ആർട്ടിക്കിൾ ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് ഇൻകോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, ഒരു കമ്പനിക്ക്, ഡൊമസ്റ്റിക് കമ്പനിക്ക് അവരുടെ ഒരു രാജ്യത്തിനകത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒരു ഡൊമസ്റ്റിക് കമ്പനിക്ക് അവരുടെ ബിസിനസ് ചെയ്യുവാൻ സാധിക്കും. ടാക്സ് സ്ട്രക്ചർ ഈസ് ഓൾസോ ഡിഫറെൻറ്റ് ഫോർ ഡൊമസ്റ്റിക് കമ്പനി കമ്പയർഡ് ടു ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് സ്ട്രക്ചർ എന്നുള്ളത് വ്യത്യസ്തമാണ്. ഡൊമസ്റ്റിക് കമ്പനി മേ ഓൾസോ ഹാവ് ടു പേ ഡ്യൂട്ടീസ് ഓർ ഫീസ് വെൻ ദൈ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രി. വിദേശ രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങളെ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഒരു ഡൊമസ്റ്റിക് കമ്പനി ഡ്യൂട്ടിയോ ഫീസോ അടയ്ക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് ഡോംസ് വിച്ച് മീൻസ് ഹൗസ്. ഡൊമസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് ഡോംസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഡോംസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വിച്ച് മീൻസ് ഹൗസ്, വീട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഡൊമസ്റ്റിക് കമ്പനിക്ക് ഒരു ഉദാഹരണമാണ് പതഞ്ജലി. പതഞ്ജലി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി നിലവിൽ ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് സെൻ്ററായിട്ട് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡൊമസ്റ്റിക് കമ്പനീസിന് എക്സാമ്പിളാണ് എയർ അറേബ്യ, എയർ ഇന്ത്യ, എയർ സഹാറ, ഡ്രാങ്കോ എയർ, തായ് ഗ്രൂപ്പ്, അല്ലേ, അതുപോലെയുള്ള കമ്പനീസൊക്കെ എന്ത് ചെയ്യുക, അതിന് ജെറ്റ് എയർവേസൊക്കെ, ലുഫ്താൻസൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ഇൻ്റർനാഷണൽ കമ്പനിയാണ് അടുത്തത്. An international company is an organization that has business operation in several markets across the globe. The company may have its headquarters in one central location, but it has subsidiary offices in each country it operates in. International companies remain ethnocentric or domestic country oriented. International companies focus on domestic practices but extend the wings to foreign country. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ, ഒരു കമ്പനി, ഒരു ഡൊമസ്റ്റിക് ഫേം എന്ത് ചെയ്യുന്നു, അവരുടെ ബിസിനസ്സിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർനാഷണൽ കമ്പനി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഫേം, ആ ഫേമിൻ്റെ സബ്സിഡിയറി ഓഫീസുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ തുടങ്ങിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സാമ്പിളാണ്. ഇൻ്റർനാഷണൽ കമ്പനീസ് ഒരുപാടുണ്ട്. മോട്ടോ ജി പി, നോക്കിയ, മോട്ടോറോള, സാംസങ്, കൊക്കക്കോള, ഡൗ, ഇത്തരത്തിലുള്ളതൊക്കെ
ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. കാർട്ടൂൺ നെറ്റ്വർക്ക്, 20th Century Fox ഒക്കെ എക്സാമ്പിളാണ്. Third one, multinational company. A multinational company is one which is incorporated in one country but whose operation extend beyond the home country and which carries on business in other country in addition to home country. ഹോം കൺട്രിയുടെ പുറമേ ഹോസ്റ്റ് കൺട്രിയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളിലും കൂടി ഒരു ഫേം ഓപ്പറേഷൻസ് നടത്തുകയാണെങ്കിൽ അതാണ് മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് കമ്പനി ഷിഫ്റ്റ് ഫ്രം ദി എത്തിനോസെൻട്രിക് ടു പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ. എത്തിനോസെൻട്രിക് ഓറിയൻറ്റേഷനിൽ നിന്നും പോളിസെൻട്രിക് ഓറിയൻറ്റേഷനിലേക്കാണ് ഇവിടെ മാറ്റം വരുന്നത്. MNCs ഫോർമുലേറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെൻറ്റ് മാർക്കറ്റ്. വ്യത്യസ്തമായ മാർക്കറ്റുകൾക്കായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് MNC എന്നാണ് പറയുന്നത്. MNCs ബാറ്റ കോർപ്പറേഷൻ, കാഡ്ബറി, കൊക്കക്കോള കോർപ്പറേഷൻ, യൂണിലിവർ, ടൈമെക്സ്, കോൾഗേറ്റ് പാൽമൊലീവ്, പെപ്സി കോർപ്പറേഷൻ, ഫിലിപ്സ്, സോണി കോർപ്പറേഷൻ, സുസൂക്കി ഒക്കെ എക്സാമ്പിളാണ്. ഇന്ത്യൻ അഫിലിയേറ്റ് ആണ് ബാറ്റ കോർപ്പറേഷൻ്റെ ഇന്ത്യൻ അഫിലിയേറ്റ് ആണ് ബാറ്റ ഇന്ത്യ. കാഡ്ബറിയുടേതാണ് കാഡ്ബറി ഇന്ത്യ. കൊക്കക്കോള കോർപ്പറേഷൻ്റെ സബ്സിഡിയറിയാണ് ഇത് കൊക്കക്കോള ഇന്ത്യ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സാമ്പിളുകൾ. ദ നെക്സ്റ്റ് വൺ, ഗ്ലോബൽ കമ്പനി. ഗ്ലോബൽ കമ്പനി എയ്തർ പ്രൊഡ്യൂസ് ഇൻ വൺ കൺട്രി ആൻഡ് മാർക്കറ്റ് ഗ്ലോബലി ഓർ പ്രൊഡ്യൂസ് ഗ്ലോബലി ആൻഡ് മാർക്കറ്റ് ഡൊമസ്റ്റിക്കലി. ഗ്ലോബൽ കമ്പനീസ് എന്നാൽ എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്ത് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ടത് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത്. നെക്സ്റ്റ് വൺ, ട്രാൻസ്നാഷണൽ കമ്പനീസ് ആണ്. ട്രാൻസ്നാഷണൽ കമ്പനി പ്രൊഡ്യൂസേഴ്സ്, മാർക്കറ്റ്സ്, ഇൻവെസ്റ്റ് ആൻഡ് ഓപ്പറേറ്റ്സ് അക്രോസ് ദി വേൾഡ്. ലോകമൊട്ടാകെ ഉൽപ്പാദനം നടക്കുകയും വിപണനം നടത്തുകയും നിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് ട്രാൻസ്നാഷണൽ കമ്പനി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രാൻസ്നാഷണൽ കമ്പനീസ് ഡു നോട്ട് ഹാവ് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കേന്ദ്രീകൃതമായ മാനേജ്മെൻറ്റ് സംവിധാനം എവിടെ ഉണ്ടാവില്ല, ട്രാൻസ്നാഷണൽ കമ്പനീസിലുണ്ടാവില്ല. ട്രാൻസ്നാഷണൽ കമ്പനീസ് ഡു നോട്ട് ഹാവ് ഹോം കമ്പനി ആൻഡ് വിൽ സ്റ്റാർട്ട് ആസ് എ ന്യൂ കമ്പനി. ട്രാൻസ്നാഷണൽ കമ്പനീസിൻ്റെ കേസിൽ ഒരു ഹോം കമ്പനി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. ദേ വിൽ സ്റ്റാർട്ട് ആസ് എ ന്യൂ കമ്പനി, ഒരു പുതിയ കമ്പനി എന്നുള്ള രീതിയിലാണ് അവരത് സ്റ്റാർട്ട് ചെയ്യുക. ട്രാൻസ്നാഷണൽ കമ്പനീസ് ഡു നോട്ട് ഹാവ് സബ്സിഡിയറീസ് ബട്ട് ജസ്റ്റ് മെനി കമ്പനീസ്. ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്നാൽ എന്താണ്, സബ്സിഡിയറി അല്ല, ഉപകമ്പനികൾ എന്നല്ല അർത്ഥമാക്കുന്നത്. ജസ്റ്റ് മെനി കമ്പനി, ഒരുപാട് കമ്പനികൾ എന്നാണ്. ട്രാൻസ്നാഷണൽ വേഴ്സസ് മൾട്ടിനാഷണൽ. Multinational company owns a home company and its subsidiaries. But in the case of transnational companies, do not have subsidiaries but just make companies. Multinational companies have a centralized management system. Transnational companies do not have a centralized management system. Multinational companies will face a barrier in decision making due to its centralized management system. But in the case of transnational companies are able to gain more interest in the local market since they maintain their own system. ട്രാൻസ്നാഷണൽ കമ്പനീസ് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ജനറൽ ഇലക്ട്രിക്, റോയൽ ഡച്ച് ഷെൽ, BP, ഇക്സോൺ, ടൊയോട്ട, ടോട്ടൽ, GDF Suez, വോഡഫോൺ, Enel, Telefonica, Chevron, etc. These are the stages of internationalization. First one, domestic company. Second one, international company. Third one, multinational company. Fourth one, global company. And the last one, transnational company. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.